ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു തലക്കറിയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റിയാണ്. കപ്പ ഉണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ട് ഒരു 3 കിലോ വരുന്ന കേദ്രയുടെ തലയാണ് കേട്ടോ. നെയ്മീൻ അതുപോലെ അയക്കോറ ഇതിൻ്റെയൊക്കെ തല പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കേദ്ര എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുകയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്താൽ കിട്ടുന്ന അത്രയും അളവിലാണ് ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കാനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് വഴണ്ടി വരുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാളൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ടൈമിൽ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് മീൻതല ഈ വെള്ളത്തിലൊന്ന് കിടന്ന് വേവാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു പീസ് കായം കൂടി ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൗഡർ ആണെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻതല ഇട്ടിട്ട് ഒന്ന് 2 സൈഡും ഒരുപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ മീൻതല കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് 2 സൈഡും ഒരുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.